നിങ്ങൾക്കിപ്പോൾ എനിക്ക് തോന്നുന്നിടത്തോളം നിങ്ങൾ വലിയ മാനസിക ബുദ്ധിമുട്ടിലാണല്ലേ? നിങ്ങളാരും തന്നെ ഒന്ന് ചിരിക്കുന്ന പോലുമില്ല. വളരെ വിഷമത്തിലും വേദനയിലുമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ ഞാനും പങ്കുചേരുന്നു. നിങ്ങളെന്താണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ വലിയൊരു അപമാനം സംഭവിച്ചിരിക്കുക അല്ലേ? നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ്? ഞങ്ങൾ ആ മെഡൽ ഉപേക്ഷിക്കാനായിട്ടുള്ള നീക്കത്തിൽ. മെഡൽ ഉപേക്ഷിക്കാനോ? അതെ. മെഡൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിച്ച് നേടിയ മെഡലല്ലേ? കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളിച്ച് നേടിയ മെഡലല്ലേ? അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പം കേരളക്കാർ തന്നെ അതിന് ഒരു വില തരാത്തപ്പോൾ നമ്മൾ അത് കൈവച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മളെ അവിടെ കള്ളികളാക്കിയിട്ട് നമ്മൾ ആ മെഡൽ കൈവച്ചിട്ട് നമുക്ക് നാട്ടിലിറങ്ങി നടക്കാനുള്ളതല്ലേ? മെഡൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മെഡൽ കൊണ്ട് നിങ്ങൾ കായിക ഓഫീസിൽ കൊണ്ട് കൊടുക്കുമോ? അല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശംഖുമുഖം ബീച്ചിൽ തന്നെ അത് കടലിലേക്ക് തന്നെ ഉപേക്ഷിക്കാനാണ്. കടലിലെറിയാൻ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടോ സാർ, കഴിഞ്ഞ പ്രാവശ്യം അതായത് 37ാമത് നാഷണൽ ഗെയിംസിൽ നമുക്ക് സിൽവർ മെഡലായിരുന്നു കിട്ടിയത്. അതിൻ്റെ റിവാർഡ് നമുക്ക് ഇത്രയും ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും നമുക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. 1.5 ലക്ഷം രൂപ ഒരാൾക്ക് വെച്ച് 10 പേരുള്ള ടീം അടങ്ങുന്ന ടീമാണ് ഞങ്ങളുടെ. 1.5 ലക്ഷം വെച്ച് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോളേജിൽ മറ്റ് ഇവൻറ്റുകൾക്ക് പോയ കുട്ടികളുണ്ട്, അവർക്കെല്ലാം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആ പൈസ ക്രെഡിറ്റ് ആയി. ഞങ്ങളിപ്പോഴും അതിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടാതെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും പണമെടുത്ത് മത്സരത്തിന് പോയിട്ട് ഒടുവിൽ ഒത്തുകളി വിവാദത്തിൽ വരെ ഉൾപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണല്ലേ? അതെ. നിങ്ങളത് എത്രമാത്രം നിങ്ങളുടെ വീട്ടുകാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? ഒരുപാട്. ഇപ്പോൾ ഇത്രയും കളിക്കാനും എല്ലാം പോയിട്ടും എല്ലാ കാര്യത്തിനും നമ്മൾ വീടിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഇത്തവണത്തെ ക്യാമ്പിന് 3 ദിവസം ക്യാമ്പ് ഇട്ട് ആ പൈസ പോലും ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ ഫണ്ടിൽ നമുക്ക് തരുമായിരുന്നു. ബാക്കി എല്ലാ ഇവൻറ്റുകാർക്കും 2-3 മാസത്തെ ക്യാമ്പ് വരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കാകെ 3 ദിവസത്തെ ക്യാമ്പിലാണ് നമ്മൾ ഇതിന് പോയത് തന്നെ. എല്ലാ കാര്യത്തിനും വീടിനെയാണ് നമ്മളിപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? അത് ശരിയാ, അവിടുന്ന് ഓൾറെഡി വെച്ച് ഇങ്ങനെ ഇഞ്ചറി പറ്റിയെന്ന് അറിഞ്ഞു. ന്യൂസിലും കാര്യങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കളിക്കാൻ ഇറങ്ങണ്ട, മെഡലല്ല പ്രധാനം, ലൈഫാണ് പ്രധാനമെന്നും പറഞ്ഞു അച്ഛൻ പലതവണ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതൊക്കെ എതിർത്ത് അവസാനം എന്നോട് പറഞ്ഞൊരു ഡയലോഗ്, തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞോണം, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ആശുപത്രി കൊണ്ടുപോയി എന്നോട് പറയില്ലെന്ന് പറഞ്ഞായിരുന്നു. അവസാനം ഇവിടെ വന്നപ്പോഴത്തേക്കിന് വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് ചിലവായി. ഒന്നാമതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാനൊരു 8ാം ക്ലാസ് തൊട്ട് ഇപ്പം പോകുമ്പോൾ എല്ലാം വീട്ടുകാരിൽ നിന്ന് പൈസ മേടിച്ച് ഇത്രയും പ്രായമായിട്ടും വീട്ടുകാരുടെ പൈസ മേടിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്.